പാപത്തിന്റെ ശക്തിയാണോ നിന്റെ സമാധാനം കെടുത്തുന്നത്? Is it the power of sin which is disturbing your peace? നമുക്ക് കർത്താവിന്റെ അടുക്കൽ പോയി നമ്മുടെ അവസ്ഥകൾ പറയണം. If so, we can share our situation to our Lord. രണ്ടാമത് ഭയങ്കരമായ കുറ്റബോധം. Secondly, it is the guilty conscience. ഇങ്ങനെ കുറ്റബോധത്താൽ അലയുന്ന ആളുകളെ കാണാറുണ്ട്. There are many people who wander because of this guilty conscience. രാത്രിയിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? Tonight, is there anyone with such a thought? കുറ്റബോധം നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുണ്ടോ? Is that guilty conscience disturbing your peace? ചെയ്യേണ്ട പലതും ഞാൻ ചെയ്തില്ലല്ലോ. Oh Lord, many things which I have to do. അവസരം എനിക്ക് തിരികെ കിട്ടത്തില്ലല്ലോ. I shall no longer receive that situation again. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? Is that thought prevailing you? പലപ്പോഴും കുറ്റബോധം നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയും. Many a times this guilty conscience shall disturb your peace. പലപ്പോഴും നമ്മൾ സമാധാന സ്നേഹികളായിട്ടൊക്കെ ജീവിച്ചേക്കാം. Maybe we may be living a life of peace or lovers of peace. പലപ്പോഴും ഇതേ മാനസികാവസ്ഥ അനേകർക്കുണ്ട്. But many people are afflicted by this situation. രാത്രി നമുക്ക് യേശുവിനോട് നമ്മുടെ അവസ്ഥകളെല്ലാം പറയണം. But tonight let us share these experiences and incidents with the Lord. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത് Secondly, the things which destroy our peace. ഭയത്തിന്റെ ആത്മാവാണ്. It is the spirit of fear. ഭയങ്കരമായ ഭയത്തിന്റെ ആത്മാവ്. The spirit or the terrible spirit of fear. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the ഞാൻ Lord. അടുത്ത കാലത്തെ ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു ബുക്ക് വായിച്ചു. Recently I read a book of a Christian missionary. അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. Both of them were doctors. ലോകത്തിൽ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. They used to visit many countries in the world. അതിനുശേഷം മനുഷ്യനെ അലട്ടുന്ന ഭയത്തെ കുറിച്ച് അവർ പഠിച്ചതാണ്. And they made a study regarding the fears afflicting man. അവർ പഠിച്ചപ്പോൾ അവർ എഴുതിയിരിക്കുന്ന 32 ടൈപ്പ് ഭയം മനുഷ്യനുണ്ട്. And they have mentioned 32 kinds of fears are afflicting a man. ചിലർക്ക് ഇരുള് ഭയങ്കര ഭയമാണ്. Some people are afraid of ചിലർക്ക് ജനക്കൂട്ടത്തെ കാണുന്നത് ഭയമാണ്. Some people are afraid of the crowd. ചിലർക്ക് ശവപ്പെട്ടി കാണുന്നത് ഭയമാണ്. Some people are afraid of the sepulchre. ചിലർക്ക് ശവസംസ്കാരത്തിൽ പാടുന്ന പാട്ട് കേട്ട പേടിയാണ്. Some people are even afraid hearing the songs which are to be sung at the funeral. ചിലർക്ക് ചെറിയ പ്രാണിയെ ഭയമാണ്. Some people are afraid of tiny. ഒരുപാട് ഭയം മനുഷ്യനുണ്ട്. Many kind of phobias of fear afflicting a man. വലിയ കെണിയാണ്. It is a great snare. ഈ ഭയത്തിന്റെ എല്ലാം അടിസ്ഥാന ഘടകം മരണഭയമാണ്. And the main reason for this fear is the fear of death. ഒരുവൻ കർത്താവായ യേശുവിൽ വരുമ്പോൾ when a person is drawn unto Christ, യേശു അവന് പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, the greatest blessing which God is bestowing upon him, അവനെ മരണഭയത്തിൽ നിന്നുള്ള വിടുതലാണ്, is the deliverance from the fear of death. പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ when St. Paul is writing epistle unto Hebrews, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, he is saying likewise, അവൻ മരണഭയത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. they were delivered from the fear of death. മരണഭയത്തിൽ നിന്ന് വിടുവിച്ചു. they were delivered from the fear of ആരെങ്കിലും death. ഇന്ന് രാത്രിയിൽ മരണഭയത്തിന് അടിമകളുണ്ടോ? Is there anyone tonight who is being under the fear of death? മരണഭയം നിങ്ങളെ ഒരു ഭയം മാത്രമല്ല, it is not just one fear, അത് അനേക ഭയത്തിലേക്ക് കൊണ്ടുപോകും. it will lead you to various kinds of fears. വാഹനം ഓടിക്കാൻ ഭയപ്പെടും. some people are afraid of driving. ആ ഭയത്തിന്റെ ആത്മാവ് പിന്നെ നമ്മളെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കും. and this fear would be haunting and attacking us again and again. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം. therefore tonight let us be delivered from that fear. അതിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? in order to be delivered from that fear, what should we do? യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അറിയണം. we have to be aware of the presence of the Lord. യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അറിയണം. we have to be aware of the presence of Jesus. ഭക്തനായ ദാവീദ് പാടുകയാണ്, God-fearing David is saying likewise, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഭയപ്പെടത്തില്ല. even though I walk through the valleys of shadow of death, I shall fear no evil. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, because thou art with me. പ്രിയ ദൈവപൈതലേ, dear child of God, ഇന്ന് രാത്രി ഭയത്തിന് നീ അടിമയാണോ? tonight are you being subjected to the fear ആ of death? ഭയത്തിന്റെ സമാധാനത്തെ കെടുത്തുകയാണോ? is it disturbing the peace of your life? ഇന്ന് രാത്രി നീ അറിയുവീ, tonight be aware of what യേശു എന്ന ഇടയൻ നിന്നോട് കൂടെയുണ്ട്. Jesus the great shepherd is thy with thee. ദാവീദ് എന്ത് പറയുന്നു? what is David saying? കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും even though I walk through the valley of the shadow of death, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. I will be afraid of no evil. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. because thou art with me. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? how many children of God believe this? ഉയർത്തുവന്ന യേശു എന്നോടുകൂടെയുണ്ട്. the resurrected Jesus is there along with me. ഉയർത്തുവന്ന യേശു എന്നോടുകൂടെയുണ്ട്. resurrected Jesus is there nigh unto me. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോകട്ടെ, even though I walk through the valley of shadow of death, എങ്കിലും ഞാൻ ഭയപ്പെടത്തില്ല. I will not be afraid. ധൈര്യമായി പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തിയൊന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ In order to escape from fear, യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയണം. you have to experience the presence of Jesus in your spirit. രണ്ടാമത് എന്ത് ചെയ്യണം? Secondly, what you should do, ബൈബിൾ പറയുന്നു, Bible says, തികഞ്ഞ സ്നേഹം, the perfect love, യേശുവിന്റെ തികഞ്ഞ സ്നേഹം the perfect love of Christ Jesus, ഭയത്തെ പുറത്താക്കി കളയുന്നു. it will cast away all അപ്പൊ fear. ഇന്ന് രാത്രി ആർക്കെങ്കിലും ഭയമുണ്ടോ? Therefore, is there anyone with fear നിങ്ങൾ tonight? രണ്ട് കാര്യം ചെയ്യണം. You shall do two things. ഒന്ന്, യേശുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയം ഒന്ന് നിറയ്ക്കണം. One, you have to be filled with the love of Jesus. രണ്ട്, ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയണം. Secondly, you have to experience the presence of the resurrected ഇല്ല, Jesus. നിങ്ങൾ ഭയപ്പെട്ട് തുടരുകയാണോ? Are you being continued in the subjection of ഒരു fear? വലിയ സത്യം അറിഞ്ഞുകൊള്ളുവേ, Be aware of a great truth. നിങ്ങൾ ഭയപ്പെടുന്നത് തന്നെ നിങ്ങൾക്ക് ഭവിക്കും. What you shall fear shall be happening to you. അതാണ് യോബ് പറയുന്നത്. That is what Job is saying. അയ്യോ യഹോവേ, Oh Lord, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്നു ഭവിച്ചു. what I have been afraid of, it has happened to ഭയം me. ഒരു വലിയ കെണിയാണ്. Because fear is a great ഈ snare. രാത്രി ഭയം നിന്റെ സമാധാനം കെടുത്തരുത്. Tonight that fear should not disturb യേശു me. എന്നോട് കൂടെയുണ്ട്. Jesus is there nigh unto me. എത്ര പേർക്ക് ധൈര്യമായി പറയാം, How many of you can boldly say ഞാൻ this word? ഒരിക്കലും ഏകനല്ല. I am not alone. ഞാൻ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ, Even if I go through the ഞാൻ water, തീയിൽ കൂടെ പോകുമ്പോൾ, even if I go through the ഞാൻ fire, കൂരിരുൾ താഴ്വരയിൽ പോകുമ്പോൾ, even if I walk through the valleys of shadows of എന്റെ death, യേശു എന്നോട് കൂടെയുണ്ട്. my Jesus is there along with me. എന്റെ ഹൃദയം അവന്റെ സ്നേഹത്താൽ നിറയട്ടെ. Let my heart be filled with his love. ധൈര്യമായി പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം. Let us be filled with the love of Jesus in our heart. മരണഭയം നമ്മെ വിട്ടു പോകട്ടെ. Let all the fears of death be cast away. എപ്പോഴും അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. Many a times it is following us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ നമ്മുടെ സമാധാനം കെടുത്തുന്നത് ആരാണ്? So what is disturbing our ഒന്ന്, peace? പാപത്തിന്റെ ശക്തിയാ. One, it is the power of sin. നമുക്ക് ക്രൂശിനെ സ്നേഹിക്കാം. Therefore let us love the അവന്റെ cross. കൃപയിൽ ആശ്രയിക്കാം. Let us trust upon his grace. അവന്റെ വചനത്തെ ധ്യാനിക്കാം. Let us meditate his word നമ്മളാൽ ആവോളം നന്മ ഭൂമിയിൽ ചെയ്യാം. and do good as much as we can in this നമ്മുടെ world. അവസരങ്ങളൊന്നും പാഴാക്കി കളയരുത്. Do not waste any opportunity for ഞാൻ it. ഒരിക്കലും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ദരിദ്രനായ ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, Once when I was ministering in a particular place and a poor person came to നീ me, ആയുസ്സിൽ ഒരു ദിവസം ഒരു നന്മ ചെയ്യണം. you have to do at least one good thing. ഒരു ദിവസം ഒരു നന്മ ചെയ്യണം. At least one good thing in a day. ഞാനൊരു യാചകനായിട്ട് എന്റെ അടുക്കൽ വന്നതാ. He came as a beggar. കുറേ കാര്യങ്ങൾ പറയുക. He is saying many things. അവസാനം എന്നോട് പറയാണ്, ഒരു ദിവസം ഭൂമിയിൽ നീ ഒരു നന്മ ചെയ്യണം. And in the end he said you should do at least one good in a day. അപ്പോൾ വർഷം നിനക്ക് 365 നന്മ ചെയ്യാം. Then in a year you can do 365 good നീ things. മരിച്ച ഒരു ദിവസം സ്വർഗത്തിൽ എത്തുമ്പോൾ And one day when you die and reach അവിടെ ഈ heaven, നന്മയുടെ വലിയൊരു കൂമ്പാരം കാണും. you shall see a great heap of അപ്പോൾ goodness. യേശു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ്, Then Jesus shall arise from his throne. എന്റെ മകനെ, എന്റെ വിശ്വസ്ത ദാസനെ എന്ന് നിന്നെ വിളിക്കും. He shall call you my son, my faithful one. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the ഇപ്പോൾ Lord. കായിനോട് ദൈവം എന്ത് പറയുന്നു? What is God saying to കായീൻ, Cain? പാപം വാതിക്കൽ കിടപ്പുണ്ട്. Sin is at your doorstep. നീ അതിനെ ജയിക്കണം. You have to overcome it. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of നീ that? നന്മ ചെയ്യണം. You have to do good. ആ മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ When you do good unto human, അതിന് 3 വശമാണ്. there are 3 phases for ഒന്ന്, it. നമ്മുടെ പ്രവൃത്തിയാൽ നന്മ ചെയ്യാം. One, by our deeds we can do good. രണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരുവന് നന്മ ചെയ്യാം. Secondly, by our words we can do good to a man. ഇത് രണ്ടും ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. If neither of these can be done, you can pray ഇന്ന് for him. രാത്രി നീ ഒരു തീരുമാനമൊന്ന് എടുത്ത് Tonight to take a decision. വാതിക്കൽ കിടക്കുന്ന പാപത്തെ നീ ജയിക്കും. You can overcome the sin which is at your doorstep. വാതിക്കൽ കിടക്കുന്ന പാപത്തെ നീ ജയിക്കും. You shall surely overcome the sin at your ഞാൻ doorstep. നിങ്ങളോട് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. Because I am proclaiming the word of God to നീ you. നന്മ ചെയ്യുവീൻ, പാപത്തെ നിനക്ക് ജയിക്കും. If you do good, surely you shall overcome sin. നീ നന്മയെ സ്നേഹിക്കുവീൻ, പാപത്തെ നിനക്ക് ജയിക്കും. Love good things and you shall surely overcome നീ sin. ക്രൂശിനെ സ്നേഹിക്കുവീൻ, നിനക്ക് പാപത്തെ ജയിക്കും. Love the cross and you shall surely overcome sin. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവീൻ. Be filled with the love of Christ Jesus in your അപ്പോൾ heart. നിനക്ക് ഭയത്തെ ജയിക്കും. Then you shall surely overcome fear. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. മറ്റൊരു ഭാഗം രോഗമാണ്.
Another portion is a നമ്മുടെ sickness. സമാധാനം കെടുത്തുന്ന ഒരു ശക്തി രോഗമാണ്. One power which disturbs our peace is രോഗം വന്നാൽ നമ്മുടെ sickness. സമാധാനം കെട്ടുപോകും. When we are sick, our peace is ആ destroyed. രോഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about sickness, രോഗത്തിന് 3 വശങ്ങളുണ്ട്. there are 3 phases for sickness. ഒന്ന് too. രോഗത്താലുള്ള വേദനയുണ്ട്. One is the pain by sickness. 2 രോഗത്താലുള്ള വ്യാകുലമുണ്ട്. One is the agony because of sickness. 3 രോഗത്താലുള്ള ബലഹീനതയുണ്ട്. And the infirmity because of the പ്രിയ sickness. ദൈവവൈതലേ, Dear child of ഈ God, രാത്രി രോഗം നിന്റെ സമാധാനം കെടുത്തുകയാണ്. tonight is the sickness that disturbing your peace. യേശു വരാറായി. Jesus is coming soon. യേശു നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? How is Jesus desiring to see you? അവൻ സമാധാനത്തോടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. He is longing that you may be found in perfect peace. ആരാണ് നിങ്ങളെ സമാധാനം കെടുത്തുന്നത്? Who is destroying or disturbing your ഞാൻ peace? പറഞ്ഞല്ലോ, രോഗത്തിന് വേദനയുണ്ട്. There is a pain in the sickness. രോഗത്തിന് ബലഹീനതയുണ്ട്. There is an infirmity in the sickness. രോഗത്തിന് വ്യാകുലതയുണ്ട്. And there is an agony lying within the ചില sickness. നാളുകൾക്ക് മുൻപ് ഞാൻ നോർത്ത് പറവൂരിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ A few years before, when I was ministering in North നമ്മുടെ Parur, ഒരു വിശ്വാസി അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗിയായി കിടന്നു. one of our believer was being admitted in the government hospital. അദ്ദേഹത്തിന്റെ പേര് സെബാസ്റ്റ്യൻ എന്നായി. His name was Sebastian. അപ്പൊ ഞാൻ സെബാസ്റ്റ്യനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. And then I went to visit Sebastian ഞാൻ in the ആ hospital. മുറിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. I was speaking unto him in that അപ്പോൾ room. സമീപമുള്ള മുറിയിൽ ഒരു നിലവിളി കേട്ടു. And in the nearby room, I heard a അപ്പൊ cry. ഞാൻ ആ മുറിയിലേക്കൊന്ന് ചെന്ന് നോക്കി. And I went and looked into that അപ്പോൾ room. ഒരു യൗവനക്കാരനാണ്. And it was a youngster. അവനൊരു 10-40 വയസ്സ് കാണും. He was 40 years of age. അവന്റെ കാല് രണ്ടും കൂടെ ഒരു കട്ടിൽ കെട്ടിയിരിക്കുകയാണ്. And both of his legs were tied. അവന്റെ കൈ രണ്ടും പുറകിലേക്ക് കെട്ടിയിരിക്കുകയാണ്. And his hands were tied too. അവൻ അലറി വേദനപ്പെടുകയാണ്. And he is crying. With pain. അപ്പൊ ഞാൻ പതുക്കെ അവന്റെ അടുക്കൽ ചെന്നു. And I went nigh unto him. ഞാൻ അവന്റെ അമ്മയോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? I sought for the details from his പെട്ടെന്ന് mother. അവന് കോപമുണ്ടായി. Immediately he was angry. അവൻ എന്നെ ദുഷിച്ച ഒരു ചീത്ത വർത്താനം പറഞ്ഞിട്ട് And he said a swear word against me. എന്നെ ഒറ്റ തുപ്പു തുപ്പി. And he spat on me. അതെന്റെ മുഖത്ത് വീണില്ല, എന്റെ ഉടുപ്പിൽ വീണു. And it fell on my garment. അപ്പൊ ഞാൻ അവിടെ നിന്ന് ദുഃഖത്തോടെ എനിക്ക് പ്രയാസം തോന്നി. I was troubled. അപ്പൊ ഞാൻ അടുത്ത മുറിയിലേക്ക് വന്നു. And I came back to the other room. അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. I prayed and went back. പോരുന്നോടനെ അവന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു, Immediately his mother came to me. അച്ഛാ, ക്ഷമിക്കണമേ അച്ഛാ. Acha, forgive me. അതവന്റെ നിന്റെ കുഞ്ഞാണ് അവൻ. He is my son. അവന്റെ കിഡ്നിയിൽ ക്യാൻസർ വന്നു. He is having cancer in his kidney. അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. No man can save him. അവന് പെയിൻ കില്ലർ കൊടുത്തോണ്ടിരിക്കുകയാണ്. They are giving him painkillers. പക്ഷെ ഇപ്പോൾ അത് ഏൽക്കുന്നില്ല. But it is not effective അവന് anymore. കുടിക്കാൻ വെള്ളം കൊടുക്കാൻ ഒക്കുന്നില്ല. They are not able to give him water to അവൻ drink. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഓടുകയാണ് റെയിൽവേ ട്രാക്കിലേക്ക്. Every now and then he is running to the railway അതുകൊണ്ട് tracks. അവനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. That is why he is tired. അവൻ അങ്ങയുടെ ശരീരത്തിൽ തുപ്പിയത് ക്ഷമിക്കണമേ. Forgive him, for he has spat on അന്നാണ് you. എനിക്ക് മനസ്സിലായത് മനുഷ്യന്റെ വ്യാകുലത വലുതാണ്. That's when I understood the agony of ഞാൻ man. ദുഃഖത്തോടെ വിത്തുമിൽ പോയി. I went with sorrow to ഞാൻ the രാത്രി victor. മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. I prayed all night. പ്രഭാതമായപ്പോൾ അവന്റെ ഭാര്യ ആരിൽ നിന്നോ എന്റെ നമ്പർ വാങ്ങി. And early in the morning his wife took the അവരെന്നെ number. ഫോൺ ചെയ്തു. She called me. ദയവായി അങ്ങേ ഒരിക്കൽ കൂടെ വ്യക്തമില്ല ഒന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് വരാമോ? Could you visit once again to this അപ്പോൾ hospital? ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവൻ ആ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. And when I went over there, he was risen out അവൻ of the കൈകൾ hospital. കൂപ്പി എന്റെ കരത്തിൽ പിടിച്ച് ചുംബനം ചെയ്തു. Awake on his bed, he kissed my സാറേ, hand. അങ്ങയോട് ക്ഷമിക്കണമേ. So forgive me. ഞാൻ എന്റെ വേദന കൊണ്ട് ചെയ്തു പോയതാണ്. I did it out of my ഞാനൊരു affliction. കഠിന രോഗിയാണ്. I am a hard person. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. I am a very afflicted person. No man എനിക്കൊരു can save me. 7 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. I had a home and 7 cents of land. ഞാൻ അത് വിറ്റാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. After selling all this, I am doing this എന്റെ treatment. ഭാര്യയും എന്റെ അമ്മയും എന്റെ കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു പോയി. My wife and my mother and my children are being orphaned. എനിക്ക് സൗഖ്യം കിട്ടിയുമില്ല. I have not been ഞാൻ healed. അറിവില്ലാതെ കൊണ്ട് ചെയ്തു പോയി. അങ്ങയോട് ക്ഷമിക്കണം. Because I was unaware, I have done this. Forgive me. ദൈവ പൈതലേ, Dear child of God, രോഗത്തിന് വേദനയുണ്ട്. there
there is a pain in sickness. രോഗത്തിന് വ്യാകുലതയുണ്ട്, There is an agony. രോഗത്തിന് ബലഹീനതയുണ്ട്. There is the infirmity. രോഗമാണോ നിന്റെ സമാധാനം കെടുത്തുന്നത്? Is it the sickness that is afflicting ഇന്ന് you? രാത്രി നീ ഒന്ന് ഏറ്റുപറയുവേ, Tonight let us confess. എന്റെ വ്യാധികളെ യേശു ചുമന്നു, Jesus bore all my infirmity. എന്റെ വേദനകളെ യേശു വഹിച്ചു. He bore all my pain. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ആ മനുഷ്യൻ ചില നാളുകൾ കൂടെ ജീവിച്ചു, He lived for a little more days. പക്ഷേ അവൻ പിന്നെ വേദനയില്ലാത്തവനായി മരിച്ചു. And then he died without any ചില pain. നാളുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയും അമ്മയും നമ്മുടെ ഫെയ്ത്തോമിലേക്ക് വന്നു. After a few days, his wife and mother came to പക്ഷേ the ആ സംഭവം എന്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞു. But that incident stayed back into my ഇന്ന് രാത്രി memory. ഈ അവസ്ഥയാണോ നിന്റേത്? Tonight, is this your ആർക്കും situation? നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ല, Can no man help you? ആർക്കും നിന്നോട് ദയ കാട്ടാൻ ഒക്കുന്നില്ല. Is there no man to show peace or mercy to ഭയങ്കരമായ you? വ്യാകുലം നിന്റെ മനസ്സിനെ വേട്ടയാടുകയാണോ? Are you being afflicted by the അത് agony? എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമായി തീരുമോ? Is my life being a burden to others? ഇല്ല, ദൈവവൈതലേ, ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. No, my child, you shall not be left comfortless. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? How many children of God believe these എന്റെ words? ദൈവം എന്നെ അനാഥനായി വിടത്തില്ല. My Lord shall never leave me എന്റെ comfortless. ഭാരം എന്റെ ദൈവം ചുമക്കും. My Lord shall bear my അവന്റെ burden. ക്രൂശ് എനിക്ക് ജയം തരും. His cross shall surely grant me അവന്റെ victory. സ്നേഹം എന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കും. And his love will deliver me from അവന്റെ fear. സാന്നിധ്യം എന്റെ ഹൃദയത്തെ ഉണർത്തും. And his presence shall revive my heart. അവന്റെ അടിപ്പിണർ എനിക്ക് സൗഖ്യം തരും. And by his stripes I shall be healed. എന്റെ ഭാരം അവൻ ചുമക്കും. And he shall bear my infirmity. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, Those who believe, lift up your hands. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, Lift up all ye hands. എത്ര പേര് യേശുവിന്റെ മുഖം കാണുന്നു? How many of you see the countenance of Jesus? യേശുവിന്റെ സിംഹാസനം കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. Those who have seen the throne of Jesus, lift up your hands. യേശുവിന്റെ തേജസ്സുള്ള മുഖം കണ്ടവർ ശക്തിയായി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. Those who have beholded his glorious countenance, lift up ഇന്ന് your രാത്രി hands. വിശ്വാസത്തോടെ ഏറ്റുപറയുക. With faith, confess it tonight. പാപശക്തിയെ, Oh, the power of sin. ഇന്നു മുതൽ നീ എനിക്ക് കീഴടങ്ങി തരും. Tonight onwards, you shall be subject ഞാൻ to me. എന്റെ യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കും. I will love the cross of my Jesus. ഞാൻ എന്നാലോ കഴിയുന്നിടത്തോളം നന്മകൾ ചെയ്യും. I shall do good as much as I can. എന്റെ കർത്താവിനെ അനാഥനായി വിട്ടിട്ടില്ല. Because my Lord will never leave me ഇന്ന് comfortless. രാത്രി അവൻ എന്നെ സൗഖ്യമാക്കും. And tonight he shall certainly heal അവൻ me. എന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. He shall strengthen my bones. അവൻ എന്റെ മുറിവുകളെ കെട്ടിത്തരും. He shall bind my wounds. വിശ്വസിക്കുന്നവർ ശക്തിയായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ സമാധാനം കെടുത്തുന്ന സാത്താന്റെ മേൽ ജയം പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. So tonight you shall depart from this presence, getting victory over the sin. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. ഞാൻ പറഞ്ഞല്ലോ, രോഗത്തിന് വ്യാകുലമുണ്ട്. There is an agony in ഭയങ്കരമായ sickness. വ്യാകുലം. There is a great agony. പലരെയും അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. And it is affecting many people. അവർ പേടിച്ച് അതിലേക്ക് തന്നെ പോവുകയാണ്. And being feared, they are running again and again into it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his name. അടുത്തതായി നമ്മുടെ സമാധാനം കെടുത്തുന്നത് എന്താണ്? The next thing which is disturbing our peace, ബുദ്ധിയാണ്. ബുദ്ധി, it is the wisdom. നമ്മുടെ ബുദ്ധി ചിലപ്പോഴൊക്കെ നമ്മുടെ സമാധാനത്തെ കെടുത്തും. Our wisdom shall sometimes trouble our peace. നമ്മൾ ഈ മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ച് പഠിച്ചാൽ, When we study about the wisdom of a man, ഈ ബുദ്ധിക്ക് രണ്ടു വശങ്ങളുണ്ട്. there are two sides for the brain. ബുദ്ധിയുടെ ഒന്നാമത്തെ വശം അത് റിമെമ്പർ, ഓർമ്മയാണ്. The one side of a brain is the memory. ബുദ്ധിയുടെ രണ്ടാമത്തെ വശം വരാൻ പോകുന്നവയെ കുറിച്ചുള്ള ചിന്തയാണ്. And the second part of the brain is the creative part which thinks about things to come. നിങ്ങളുടെ ബുദ്ധിയെ എടുത്തു നോക്കുമ്പോൾ When you take your brain, ആ ബുദ്ധിയിൽ ഓർമ്മ ഇങ്ങനെ കിടക്കുകയാണ്. the remembrance is there on one side. മനുഷ്യ മനസ്സിൽ കുടിയേറി പാർക്കുന്ന കുറെ ഓർമ്മകൾ കിടക്കുകയാണ്. There are many memories down into the lane of the remembrance of a man. ആ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ When you look ahead, ഭാവിയിൽ വരാൻ പോകുന്നവയെ കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കുക. the troubles and worries of the things to happen in the future is അപ്പോ affecting a person. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ കയറി നിന്ന് And in between both of them, മനസാക്ഷി എന്നൊരു ന്യായാധിപൻ നമ്മെ വിധിക്കുകയാണ്. the conscience of being a judge is judging us. അപ്പോഴേക്കും നമ്മുടെ സമാധാനം പോയി പോകും. And by then our peace is gone ഞാൻ lost. പറഞ്ഞല്ലോ, ബുദ്ധിക്ക് രണ്ടു
വശമാണ്. Two sides are there in the brain. Has ഓർമ്മയുടെ ഭാഗം. One is the part of memory. നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഓർമ്മ കുടികെട്ടി കിടക്കുക. There down in our brain are remembrance or memories of different things. രണ്ടാമത് ഭാവിയിൽ വരാൻ പോകുന്നതിന്റെ അന്വേഷണമാണ്. And the next thing is to seeking the things in the happen in the future. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയാണെങ്കിൽ, And if this is our brain, ഇതിന്റെ ബാക്ക് സൈഡിലാണ് ബുദ്ധിയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഓർമ്മ നിൽക്കുന്നത്. in the brain the memory is in the back side. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വരാനുള്ള കാര്യം ചിന്തിക്കുകയാണ്. And the front part is the parts of creativity. അപ്പോ ഇതിന്റെ ഇടയിൽ ആര് കയറി നിൽക്കും? And who shall stand in midst this? ഇതിന്റെ നടുക്ക് മനസാക്ഷി കയറി നിൽക്കും. Conscience shall stand in between them. മനസാക്ഷി ഒരു അരണ്ട വെളിച്ചമാണ്. And it is a diminished light. മനസാക്ഷിയുടെ വെളിച്ചത്തിൽ And in the light of the conscience, ന്യായാധിപനായ ദൈവത്തെ കാണാം. it shall see the judge God. അവന്റെ നീതിയുള്ള സിംഹാസനം കാണാം. And you can see the righteous throne. അവന്റെ നീതിയുള്ള വിധി കാണാം. And you can see his righteous judgment. പുരുഷന്മാരുടെ യാതനാസ്ഥലം കാണാം. You can see the place of agony of wicked people. നീതിമാന്മാരുടെ പരദീസ കാണാം. You shall also see the paradise of righteous. നമ്മുടെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങും. And immediately your heart shall tremble. സത്യമല്ലേ ഞാൻ പറയുന്നത്? Is it not the truth which I am saying? നമ്മുടെ ഓർമ്മ ഇങ്ങനെ കിടക്കും. And our memory shall be like this. എല്ലാ കാര്യമൊന്നും ഓർക്കത്തില്ലേലും Even though we do not remember everything, ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കിടക്കും. some things would be there in our memory. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില മനുഷ്യർ എന്തോ പാടുപെടുമെന്നറിയാം. And some people, how hard they try in order to escape. ആവറേജ് ഒരു 3-3.5 വയസ്സ് മുതൽ From the age of 3 to 3.5, ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഓർമ്മ കിടക്കും. the memory starts building up in the mind of a അടുത്ത child. കാലത്ത് കടമനാട് ഫെയ്ത്തോമിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്നു. Recently, a small girl came to the Kadambanad Faith Home. അവൾ ദുബൈയിൽ എവിടെയോ ഒരു ഗവൺമെന്റ് നേഴ്സാണ്. She is a nurse in Dubai. അവൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഫെയ്ത്തോമിലേക്ക് വന്നു. And after that, she came to the Faith Home. അപ്പൊ എനിക്ക് അതിനെ പരിചയമൊന്നുമില്ല. I did not know that person. സന്തോഷത്തോടെ വന്നിരുന്നു. She came with happiness. എന്നോട് ചോദിച്ചു, പാസ്റ്റപ്പച്ചൻ എന്നെ ഓർമ്മയുണ്ടോ? She asked me, Pastor Pacha, do you remember me? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ലല്ലോ. I said, I do not remember. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഒരു 3.5 വയസ്സ് പ്രായമുള്ളപ്പോഴേ. And then she shared, when I was 3.5 years old, പാസ്റ്റപ്പച്ചനാണ് ആദ്യമായി എന്റെ വീട്ടിൽ വന്നത്. it was Pastor Pachan who came to my home the first. ഞാൻ ചോദിച്ചു, എവിടെയാണ്? Where is it? അത് പെരുന്നാട് ഫെയ്ത്തോമിലാണ്. It was at Perunad. പെരുന്നാട് ഒരു നദി നീന്തി കയറി ആ പൊക്കത്തിലിരിക്കുന്ന വീട് ഓർമ്മയുണ്ടോ? Do you remember a home which is across the shore at the high place? അപ്പൊ ഞാനിങ്ങനെ ഓർക്കാൻ തുടങ്ങി. And then I started to remember. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 24 വർഷങ്ങൾക്കപ്പുറമാണ്. It was 24 years before. ഞാൻ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. I could not remember it in the അവൾ beginning. ഇങ്ങനെ പറയാൻ തുടങ്ങി. She started to share the പാസ്റ്റപ്പച്ചൻ incident. എന്റെ വീട്ടിൽ വന്നു. Pastor Pachan came to my എനിക്ക് home. 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. I was only 3.5 then. എന്റെ മമ്മി ഒരു രോഗിയായിരുന്നു. My mom was a sick person. എന്റെ പപ്പ കടം കയറി നശിച്ചിരുന്നു. And my dad was destroyed because of the debt. ആരും ഞങ്ങൾക്ക് സഹായം ഉണ്ടായിരുന്നില്ല. No man was there to help us. എനിക്കൊരു കുഞ്ഞ് അനിയത്തിയും ഉണ്ടായിരുന്നു. I had a younger sister too. പാസ്റ്റപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറി. Pastor Pachan came into our home. പാസ്റ്റപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ Pastor Pachan, after going to the എനിക്ക് prayer, എന്റെ കയ്യിലൊരു 350 രൂപ തന്നു. Pastor Pachan gave me 350 rupees. എന്റെ കയ്യിലൊരു 350 രൂപ തന്നു. You handed me 350 പാസ്റ്റപ്പച്ചൻ rupees. പോയ ഉടനെ എന്റെ മമ്മി കരഞ്ഞുകൊണ്ട് എന്റെ കയ്യെ പിടിച്ചു സത്യം ചെയ്യിച്ചു. Pastor Pachan, as soon as he left, Mummy caught my hand നീ എന്തെങ്കിലും ഭൂമിയിൽ ശമ്പളം വാങ്ങേണ്ടി വരുന്നെങ്കിൽ and she made me to say, saying, whenever you receive a salary, ആദ്യം കൊണ്ടുപോയി പാസ്റ്റപ്പച്ചന് കൊടുക്കണം. the first thing you should do is to give it back to your Pastor Pachan. അന്നവർക്ക് 3.5 വയസ്സേ ഉള്ളൂ. She was only 3.5 then. അവളെന്നോട് കറക്റ്റായിട്ട് പറയുകയാണ്. She is saying it very correctly. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the അപ്പോൾ Lord. എനിക്ക് മനസ്സിലായി 3.5 വയസ്സ് മുതൽ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കാം. Then I understood a child of 3.5 can remember things. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was amazed. അപ്പൊ അവൾ പറയുകയാണ്, She is saying, അന്ന് മമ്മി എന്റെ കയ്യെ പിടിച്ച് രാത്രിയിൽ സത്യം ജയിച്ചു. Mummy took hold of my hand and made a truth, an oath that night. കുഞ്ഞിനെന്തെങ്കിലും ശമ്പളം കിട്ടിയാൽ Whenever you receive a salary, പാസ്റ്റപ്പച്ചൻ എവിടെയാണേലും പോയി കൊടുക്കണം. wherever Pastor Pachan might be, you should go over there. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ വെയ്ത്തോമിലേക്ക് വരികയാണ്. Just after she landed at the airport, she was telling us, dear brethren, ഇതുപോലെ ചില ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കിടപ്പില്ലേ? isn't there such kind of memories down in your അത് memory? ചിലപ്പോഴൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലേ? Isn't it afraiding and threatening you a while? അത് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നില്ലേ? Isn't it disturbing your peace? വരാൻ പോകുന്നവയെ കുറിച്ചൊരു വ്യാകുല നിങ്ങൾക്കില്ലേ? Isn't there a trouble about the things which is about to happen? ഇതിനിടയിൽ മനസ്സാക്ഷി നിന്ന് വിധിക്കുന്നില്ലേ? And in the midst of it, is in the conscious sitting ഇന്ന് there. രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. Tonight, let us come nigh unto Jesus. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവത്തോട് പറയണം. We should share our experience
obedience unto him. ചില മനുഷ്യരൊക്കെ മറക്കാൻ ശ്രമിക്കും, പക്ഷേ നടക്കത്തില്ല. Some people try to forget it, but it is not happening. മറക്കാനൊക്കെ ശ്രമിക്കും, നടക്കുകയില്ല. They try to forget it, but it's not happening for them. മറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? To forget, what you should do. ബൈബിളിൽ അങ്ങനെ മറന്നൊരു മനുഷ്യനുണ്ട്. There is one person who forgot all these things. പേര് ജോസഫ് എന്നാണ്. His name is Joseph. ജോസഫ് മറന്നുപോയി. Joseph forgot it. എപ്പോഴാണെന്ന് അറിയാമോ? When was it? അവനൊരു കുഞ്ഞ് ജനിച്ചു. When a child was born unto him. നല്ലൊരു മോൻ ജനിച്ചു. A nice son was born to him. അവന്റെ പേര് മനശ്ശെ എന്നാണ്. And his name was Manasseh. മനശ്ശെ ജനിച്ചപ്പോൾ And when Manasseh was born, ആ കുഞ്ഞുമായി ജോസഫിന്റെ അടുക്കൽ ചെന്നു. the child was brought unto Joseph. ജോസഫ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. Joseph took that child in his hands. അവൻ കരയുവാൻ തുടങ്ങി. The child started to cry. അവൻ പറയുകയാണ്, He is saying, ഇസ്രായേൽ എന്നെ വർദ്ധിപ്പിച്ചല്ലോ. the Lord has multiplied me in Egypt. എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ. He has granted me a son. യഹോവ എന്റെ ദുഃഖങ്ങളെയും And the Lord has made me to forget എന്റെ ഗ്രഹത്തെയും my home and the agonies. മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് He said he made me to forget it അവന് മനശ്ശ എന്ന് പേരിട്ടു. and named him Manasseh. നമ്മുടെ ഇടയിൽ മനശ്ശ ജനിക്കത്തില്ല. In our midst there won't be Manasseh. നമ്മുടെ ഇടയിൽ വല്ല ഇസ്മായിലോ ഏശാവോ ഒക്കെയാ ജനിക്കുന്നത്. Only Ismail or Esau may born in us. അതാണ് 56 വർഷം കഴിഞ്ഞിട്ട് മറക്കാത്ത. That's why even after multiple years you won't forget. ഇതിനിടയിൽ എത്ര ഏറ്റുപറച്ചിൽ നടത്തി, തിരുവത്താഴം കൂടി, ചുമ്മനം കൊടുത്തു, താടി കൂട്ടി ഇടിച്ചു, പക്ഷേ മറക്കത്തില്ല. Many gatherings, many meetings, many lots of yet you will not forget it. കാരണം എന്താ? Why? മനസ്സ് ജനിച്ചിട്ടില്ല. Because Manasseh hasn't been born yet. മനസ്സിൽ ജനിക്കാമോ? If Manasseh is born in our heart, എല്ലാം മറന്നുപോകും. you shall forget everything. ജോസഫ് മറന്നുപോയി. Joseph forgot അവനെ everything. വിറ്റത് മറന്നുപോയി. He forgot that he was being sold. അവന്റെ വസ്ത്രം അരിച്ചെടുത്തത് മറന്നുപോയി. He forgot that he was being unloosed. അവനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത് മറന്നുപോയി. He forgot that he was being cast into an അവൻ empty well. കാരാഗൃഹത്തിൽ കിടന്നത് മറന്നുപോയി. He forgot the days of his imprisonment. ഇപ്പോൾ അവൻ എന്ത് പറയുന്നു? Now what is he saying? ഞാൻ എന്റെ ദുഃഖങ്ങളെ മറന്നുപോയി. I have forgotten the days of my sorrow. ഞാൻ എന്റെ ഗ്രഹത്തെ മറന്നുപോയി. I have forgotten my household too. കാരണം എന്ത്? Why? ഒരു മനുഷ്യ ജനിച്ചിരിക്കുന്നു. Because Manasseh has been born. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ആ മനുഷ്യ ജനിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. Therefore let us pray that Manasseh be born in ചിലര് night. ജീവിതത്തിൽ മറക്കത്തില്ല. Some people they won't forget ever. ചിലര് പറയത്തില്ലേ, Some people do they say, ചത്താലും ഞാൻ മറക്കത്തില്ല. I will not forget even if I die. നല്ല വെളിപ്പാടാ. Great revelation. ചത്താലും ഞാൻ മറക്കത്തില്ല. Even if I die, I won't forget. ഇനി ചിലരെന്ത് പറയും? Some people, എടാ ഞാൻ ആയതുകൊണ്ടാ ദൈവം ക്ഷമിച്ചത്. it is because of me that God forgave. ഞാൻ ആയതുകൊണ്ടാ ക്ഷമിച്ചത്. It is because of me God forgave. പക്ഷെ ദൈവം ഇത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. But I don't think God will forget it. ദൂതന്മാർ അമ്പരന്ന് പോകും. Angels would be wondered. എന്റെ പൊന്നു കർത്താവേ, What, oh great Lord, ദീർഘക്ഷമയും മഹാദയുള്ള അങ്ങേക്കാളും a long-suffering Lord about you. ക്ഷമിക്കുന്ന ഒരു മത്തായി ലോകത്തിലുണ്ടല്ലോ. There is a Matthew who is more forgiving than you. ലോകത്തിൽ പോലും അത്ഭുതപ്പെട്ടു പോകും. Even heavens would be trembled. പറയുന്നത് എന്താണ്? Why? ഞാൻ ആയതുകൊണ്ടാ ക്ഷമിച്ചത്. It is because of me that I forgave. അടുത്തത്, Secondly, ദൈവം ക്ഷമിക്കത്തില്ല. even then God would not അപ്പോൾ forgive. ക്ഷമയുടെ കാര്യത്തിൽ ആരാണ്? So who is greater? ദൈവം താഴെ മത്തായി വേളിലുമാണ്. And God down and Matthew above. എന്റെ പൊന്നു മത്തായി, Oh dear Matthias, നിത്യതയിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കും കേട്ടോ. you shall beat your hands and feet in eternity. നമ്മള് ചിന്തിക്കുന്ന പോലല്ല. It is not like how we think. മനുഷ്യ ജനിക്കണം. Manasseh should be born in us. നമ്മുടെ ദുഃഖങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. He shall forget all our sorrows. നമ്മളിൽ പലപ്പോഴും ഏശാവാണ് ജനിക്കുന്നത്. Many a times Esau is born in us. അതുകൊണ്ടാണ് മറക്കത്തില്ലെന്നേ. And we won't forget them. നമ്മളോടൊക്കെ തന്നെ പറയില്ലേ, പാസ്റ്റർച്ചാൻ എന്തോ ഈ പറയുന്നത്? Pastor Peter, what are you saying? എന്ത് ചെയ്താലും മറക്കത്തില്ല. Whatever I do, I will not forget. മറക്കാതിരിക്കുക. It is you are not forgetting. നിത്യതയിൽ കണക്ക് പറയുമ്പോഴേ ടെൻഷൻ വരാതിരിക്കുവാൻ. You shall not be tensed when you are saying the account in eternity. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിക്ക് രണ്ടു വശമാണ്. Therefore two sides of your brain. ഒന്ന് ഇങ്ങനെ ഓർമ്മകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. One part where you have kept down all the memories. ഒരു 3.5 വയസ്സ് അതിന് മേലിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3.5 years, and below that it's not there. കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. But when the child shared, it's then I remember. അവൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. It was only 3.5 then. ഞാൻ കൊടുത്ത പൈസയൊക്കെ കറക്റ്റായിട്ട് പറയുക. She even mentioned the amount clearly. പപ്പ കടയിൽ കൊണ്ടുപോയി സാധനം വാങ്ങിയ കാര്യമൊക്കെ പറയുക. She was sharing the incident about her father buying things. അപ്പോൾ എനിക്ക് മനസ്സിലായി 3.5 വയസ്സുള്ള ഓർമ്മകൾ മനസ്സിലുണ്ട്. And then I understood from 3.5 memories stay down. ഇത് നമ്മളെ ഭയപ്പെടുത്താറുണ്ടോ? Is it
threatening you. ഇടയ്ക്ക് മനസ്സാക്ഷി കയറി നിൽക്കും. It shall, in the midst, conscience shall stand. മനസ്സാക്ഷിയിൽ ഇങ്ങനെ ദൈവത്തിന്റെ സിംഹാസനം കാണും. And conscience shall see the throne of God. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളം കടന്ന് കിട്ടാന്ന് വിറയ്ക്കും. Immediately your heart shall start to tremble. ശ്രദ്ധിച്ചാൽ അറിയാം. If you examine, you shall see. നമ്മുടെ സമാധാനം പോകും. Immediately you will lose. അതിന് യേശു തന്ന സമാധാനം ഏതാണെന്നറിയാമോ? But the peace which Jesus gave us, St. Paul is saying, സകല ബുദ്ധിയേയും കവിയുന്ന ദൈവ സമാധാനം. the peace which surpasses all human understanding. ഇന്ന് രാത്രി ഒന്ന് ഏറ്റുപറയുക. Tonight you shall confess, സാത്താനേ, Satan, എന്റെ യേശു എനിക്ക് തന്ന സമാധാനം, the peace which my Jesus has given for me, അത് സകല ബുദ്ധിയേയും കവിയുന്നതാണ്. it surpasses all human understanding. അത് വിശ്വസിക്കുന്നവർ കരകളിലെത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് കിട്ടിയ സമാധാനം അതാണ് കേട്ടോ. So we have received such kind of a peace. നമ്മുടെ സമാധാനം കെടുത്തുന്ന ആരാണ്? Who is disturbing our peace? ഒന്ന് പാപം, One is sin. രണ്ടാമത് കുറ്റബോധം. Second is the guilty conscience. എത്ര പേര് കുറ്റബോധം ചുമന്ന് അലയുന്നുണ്ടെന്ന് അറിയാമോ? How many people are wandering and bearing this conscious sin? പലരോട് പോയി ഇടവ് കഴുകുമ്പോഴേ അവരുടെ കുറ്റബോധം. Being indulged with various people, they are being guilty conscious. അവസരങ്ങളൊക്കെ പാഴായി പോയി. Many opportunities has been lost. എന്ത് ചെയ്യാനൊക്കും? What can I do? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. As I might have shared ഞാൻ before, ആലുവായിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ once when I was ministering at Alva, നമുക്ക് ന്യൂസ് പേപ്പർ തരുന്ന ഒരാളുണ്ടായി. there was a person who distributes newspapers. അതിരാവിലെയാണ് പേപ്പർ നമുക്ക് ലഭിക്കുന്നത്. Early in the morning do we receive the newspaper. അതുകൊണ്ട് ഞാൻ ആ പേപ്പറിന്റെ ഓണറിനെ കണ്ടിരുന്നില്ല. Therefore I do not know the person who delivered it. ഒരു ദിവസം അദ്ദേഹം അതിന്റെ പണം വാങ്ങാനായി വിശ്വാസ വീട്ടിൽ വന്നു. So one day in order to get the payment he came to the faith അപ്പൊ hall. ഞാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കാലില് വലിയൊരു കെട്ടാണ്. And when I looked at his leg, there was a great binding. അതിൽ കൂടി ഇങ്ങനെ റെഡ് ബ്ലഡ് ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. And the blood was pouring out from it. അദ്ദേഹം അങ്ങനെ കാല് ഏന്തി പിടിച്ച് ഏന്തി വന്ന് ഞാനൊരു ചെയറിലിരുത്തി അങ്കിൾ ഇതേൽ ഇരുന്നാട്ടെ എന്ന്. And I asked him to sit on a chair. വയോധ്യനായ ഒരു മനുഷ്യനാണ്. An elderly man. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വെച്ചതാണ് ഈ മുറിവ്? I asked him, what is this wound of? അപ്പൊ അദ്ദേഹം ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലുള്ള ആളാണ്. He is a person of a Catholic background. എന്നോട് പറഞ്ഞു അച്ഛാ അതെ ഷുഗർ വന്നിട്ട് മുറിഞ്ഞതാണ്, വ്രണം കരിയുന്നില്ല. He said it was wounded because of high sugar and it is not drying up yet. അപ്പൊ ഞാൻ പറഞ്ഞു മെഡിസിൻ ഒന്നും ഉപയോഗിക്കുന്നില്ലേ? I asked him, don't you apply medicines for it? ഒരുപാട് മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്നു. He said, I tried many medicines, പക്ഷെ അതിന്റെ മുറിവ് കരിയുന്നില്ല. but the wound is not being അപ്പൊ healed. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. So I was conversating with him. അദ്ദേഹം എന്നോട് പറയാ Immediately he was saying, ഈ കാലിലെ വേദനയല്ല വിഷയം, it is not the pain on my leg that is troubling. ഇതിനേക്കാൾ വലിയൊരു മുറിവെന്റെ ഹൃദയത്തിലുണ്ട്. There is a greater wound in my heart. അങ്ങേ എന്നെ ഒന്ന് സഹായിക്കണം. Can you help me? അപ്പൊ ഞാൻ പേടിച്ചു പോയി. I was afraid. ഞാൻ ചോദിച്ചു എന്താ വിഷയം? What is the matter? അപ്പൊ താൻ ആ മുറിവിന്റെ കാര്യം പറയുകയാണ്. Then he was sharing that wound of the എന്റെ heart. വീടിന്റെ സമീപത്ത് ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു. There was a poor man nearby. അവന്റെ അപ്പച്ചൻ മുതലേ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. Since his forefathers, they used to work at our home. അവൻ കുഞ്ഞു ബാലനായി എന്റെ വീട്ടിലൊക്കെ ഓടി നടന്ന് വളർന്നവനാണ്. Right from his childhood, he used to play and work in our home. വിവാഹിതനായി അവന്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നപ്പോൾ He was married and later when his അവൻ children grew up, താമസിക്കുന്ന സ്ഥലം ഒരു വെള്ളക്കുഴിയാണ്. the place which he was living was a place with അതുകൊണ്ട് water. അവന് എന്റെ വീട് റോഡ് സൈഡിൽ ഇച്ചിരി സ്ഥലം കൊടുക്കാമോ എന്ന് ചോദിച്ചു. So he asked for some land nearby the അപ്പൊ roadside. ഞാൻ പറഞ്ഞു തരാമടാന്ന് പറഞ്ഞു. I said, I will give അപ്പോൾ you. അവൻ പോയി അവന്റെ വസ്തു അതിന്റെ അഡ്വാൻസ് വാങ്ങി ഇവിടെ കൊണ്ടു കൊടുത്തു. So he took the advance and gave it for this plot. അത് വളരെ നിസ്സാര വിലയ്ക്കായിരുന്നു. And it was for a few money. അപ്പൊ സ്ഥലം കൊടുക്കാമെന്നും പറഞ്ഞു. And the land was പക്ഷേ given. പെട്ടെന്ന് സ്ഥലത്തിന് വില കൂടി. But immediately the price of the land തന്റെ increased. ഭാര്യയും മക്കളും അനുവദിച്ചില്ല. So his wife and children did not അവസാനം allow. തനിക്ക് വസ്തു കൊടുക്കാൻ ഒക്കാതെ വന്നു. And in the end, he could not sell the land. അത് പോലീസ് കേസിൽ പോയി. And it became a police case. അവസാനം ഇദ്ദേഹം ഒരു നല്ല അഡ്വക്കേറ്റിനെ സ്വാധീനിച്ചു. And then he asked, sought help from a ആ good advocate. അഡ്വക്കേറ്റിനെ മെടുക്കൊണ്ട് ഇവൻ പണം കൊടുത്തതായി തെളിവില്ല. And with the help of the advocate, there was no proof of അതിന് the money. യാതൊരു റെക്കോർഡുമില്ല. There was no record for it. കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചു. The court gave a suitable verdict. അവസാനം ആ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി പോയി. And at the end, that man went empty. അധികം വൈകുമ്പോ അവൻ അച്ചായിക്ക് വന്ന് മരിച്ചു. And without much days, he died അവസാനം with അവന്റെ an ഭാര്യയും കുഞ്ഞുങ്ങളും എവിടെയോ അനാഥരായി പോയി. And his wife and children were comfortless and പക്ഷേ orphaned. അത് ഈ മനുഷ്യനെ അലട്ടാൻ തുടങ്ങി. And this thing started to trouble this man. എന്നോട് പറയാണ്
അച്ഛാ ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? He is sharing, Apacha, how long it has been that I have slept. ഞാൻ കണ്ണടയ്ക്കുന്ന ഉടനെ അവനെയാണ് കാണുന്നത്. Whenever I close my eyes, I behold അവൻ him. കുഞ്ഞു ബാലനായി എന്റെ വീട്ടിൽ ഓടി നടന്നതാണ്. He started to play and work in my home അവൻ since എന്നെ childhood. മുതലാളി എന്ന് വിളിച്ചു വളർന്നവനാണ്. He is the one who grew up calling me honor. അയ്യോ അവൻ മരിച്ചുപോയി. Oh, he has died. അവന്റെ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടുപോയി. And his children are being orphaned. അവരെവിടെയാണെന്ന് അറിയത്തില്ല. I do not know where they ഞാൻ are. അതിന്റെ 5 ഇരട്ടി തിരികെ കൊടുക്കാം. I will give fivefold for it. അങ്ങ് എന്നെ ഒന്ന് സഹായിക്കാമോ? Can you help me? ഹൃദയത്തിലെ ആഴത്തിലെ മുറിവ്, The wound within the depth ആ of the heart. മുറിവ് ഓർമ്മയിലേക്ക് വരികയല്ലേ? And that wound is being brought to remembrance. ചെയ്തുകൂടാത്ത പലതും ചെയ്തു പോയതിന്റെ ഭാരമല്ലേ? Things and burdens because of the things which you are not supposed to ചെയ്യേണ്ടത് do. പലതും ചെയ്യാനൊക്കാതെ അവസരം പാഴാക്കിയ ദുഃഖമല്ലേ? Is it the sorrow because of the things which you did which were ഇന്ന് not രാത്രി done? നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം. Tonight let us come nigh unto Jesus. സോറി കർത്താവേ, അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. Sorry, O Lord, such things happened. കർത്താവേ, നിന്റെ നീതി ഹേതുവായി എന്നോട് ക്ഷമിക്കണമേ. O Lord, forgive me because of thy ഞാൻ righteousness. അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ട്. I have lost various opportunities. ഞാൻ നന്മ ചെയ്യേണ്ട അവസരം പാഴാക്കിയിട്ടുണ്ട്. Various opportunities where I could do good, I have. ആരാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത്? Who is disturbing your peace? ബുദ്ധിമണ്ഡലമാണോ? Is it the brain? ഇന്ന് രാത്രി അതിൽ നിന്ന് രക്ഷ നേടണം. Tonight you shall be delivered from it. അടുത്തതായി നമ്മൾ നോക്കിയാൽ So nextly, when we നമ്മുടെ meditate, സമയം അവസാനിക്കുകയാണ്. our times are about to be ended. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ സമാധാനം കെടുത്തും. The problems in our life can be disturbing our peace. നമ്മൾ വലിയ മനക്കോട്ടകളൊക്കെ കെട്ടിയുണ്ടാക്കും. We may build cottages in our mind, പക്ഷേ സാഹചര്യം അതിന് ഏറ്റവണ്ണമുള്ളതായിരിക്കത്തില്ല. but the situations would not be in favor of അപ്പോൾ it. നമ്മുടെ മനക്കോട്ടകൾ തകർന്നുടയും. And then all these cottages shall be shattered. പ്രതീക്ഷകളെല്ലാം അച്ചുപോകും. All hope shall be destroyed. ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ. With sorrow shall I say one thing. അനേക ദൈവമക്കൾ കണക്കണിയിൽ പെടുകയാണ്. Many people are being in debts. എബ്രായ ലേഖനത്തിനൊരു വാക്യമുണ്ട്. There is a verse in Hebrews. ഉള്ളതുകൊണ്ട് തൃപ്തരായിരിപ്പീൻ. Be contented with what you have, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. for I shall never leave you. എന്നാൽ ഇന്ന് പലർക്കും ഉള്ളതുകൊണ്ട് തൃപ്തരായിരിക്കാൻ ഒക്കുന്നില്ല. But many are not being able to be contented with what they have. അവർ പിന്നെയും പിന്നെയും ആഴത്തിലേക്ക് ചാടുകയാണ്. They are sorting into much and much greater depths പിന്നെയും പിന്നെയും ഭാരങ്ങൾ വർദ്ധിക്കുകയാണ്. and increasing more and more burden. ഒടുവിൽ അവരുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. And at the end they are losing their peace. നമ്മുടെ യേശു മടങ്ങി വരാറായി. Our Jesus is yet to come soon. യേശു നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? What is Jesus sorting for us? നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കാം. That we may be found in a good conscience. നമ്മുടെ നീതിയുടെ അങ്കിയുള്ളവരായിരിക്കാം. That we may be clothed with the garment of നമുക്ക് righteousness. യേശുവിനോടുകൂടെ വസിക്കാം. That we may be abiding with him. നമുക്ക് സമാധാനമുള്ള മനുഷ്യരായിരിക്കാം. That we may be men of peace. ആരാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? Who is disturbing our നമ്മുടെ peace? ഹൃദയാവസ്ഥകൾ നമുക്ക് ദൈവത്തോട് പറയാം. Let us share the experiences of our heart. കർത്താവ് നിനക്ക് തന്ന സമാധാനം എന്താണ്? What is the peace which God has given to you? സകല ബുദ്ധിക്കും ഇതേ കവിയുന്നതാണ്. The peace which surpasseth all human അത് understanding. സകല ഭയത്തിനും ഇതേ കവിയുന്നതാണ്. It surpasseth all human fear. അത് സകല രോഗത്തിനും ഇതേ കവിയുന്നതാണ്. It is above all powers of sickness. അത് നിന്റെ സകല പ്രശ്നത്തിനും ഇതേ കവിയുന്നതാണ്. And is abounding more than the problems of your ഇന്ന് രാത്രി life. നമുക്ക് യേശുവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. Tonight let us come nigh unto the footstool of ഒരു peace. നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. For a moment shall we close our eyes. നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് തിരികെ പോകാം. Let us come back unto our Jesus. നമ്മുടെ യേശു വരാറായി. Our Jesus is going to appear soon.